കാവ്യാസ് കിച്ചൻ ഡയറിയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖല്ലേ? ഞാനും ഇവിടെ സുഖമായിരിക്കുന്നു. അപ്പൊ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു കുമ്പളങ്ങ ഓലൻ റെസിപ്പി ആയിട്ടാണ്. അപ്പൊ ഇതും സദ്യ വിഭവങ്ങളിലെ പ്രധാനപ്പെട്ട ഒരു റെസിപ്പിയാണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യുക. എന്നിട്ട് അതിന്റെ കമന്റ്സും ഫീഡ്ബാക്കും ഒക്കെ എന്നെ അറിയിക്കുക. പിന്നെ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി മറക്കരുത്. അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാണ് സദ്യ സ്പെഷ്യൽ ഓലൻ തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്ക് ഓലൻ ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായിട്ട് ഞാനിവിടെ കുമ്പളങ്ങ മുറിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ഒരു മീഡിയം കുമ്പളങ്ങേൻ്റെ പകുതിയാണ് മുറിച്ചത്. ഇതുപോലെ പരന്നിട്ട് സ്ക്വയറായിട്ടാണ് മുറിക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെ മുറിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ എടുത്തിരിക്കുന്നത് ഒരു പച്ചക്കായിൻ്റെ പകുതി, പിന്നെ ഒരു 4 കോട്ടപ്പയർ, നമ്മളെ അച്ചിങ്ങ പയർ എന്നൊക്കെ പറയുന്ന നമ്മുടെ നാട്ടിലെല്ലാം കോട്ടപ്പയർ എന്നാണ് ഇതിന് പറയുന്നത്. അതും എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ 3 സാധനം വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഓലൻ തയ്യാറാക്കുന്നത്. ഇതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ വൻപയറും ഇടാം. അത് ആദ്യമേ വേവിച്ചിട്ട് ഇതിൻ്റെ കൂടെ ചേർക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇപ്പം ഞാനത് ചെയ്യുന്നില്ല. ഇത് 3 വെച്ചിട്ടാണ് ഓലൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് ആദ്യം തന്നെ നിങ്ങൾ റെഡിയാക്കി വെക്കുക. പിന്നെ നമുക്ക് വേണ്ടുന്നത് തേങ്ങാപ്പാലാണ്. അതിനായിട്ട് ഞാനിവിടെ ഒരു ഗ്ലാസ് തേങ്ങ എടുത്തിട്ടുണ്ട്. ഇതിൽ നമുക്ക് പാലെടുക്കണം. അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ആദ്യം തന്നെ നമുക്ക് ഒരു മിക്സി ജാർ എടുത്തിട്ട് അതിലേക്ക് ഈ 1 കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കാം. നമുക്ക് കട്ടിപ്പാലും വേണം, പിന്നെ അധികം കട്ടിയില്ലാത്ത പാലും വേണം. 2 തരം തേങ്ങാപ്പാൽ നമുക്ക് ആവശ്യമുണ്ട്. ഈ 1 കപ്പ് തേങ്ങ ഞാൻ ഈ മിക്സിയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 കപ്പിലും കുറവ്, 1/4 കപ്പല്ല, പക്ഷെ 1/2 കപ്പിലും കുറവ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അടിച്ചെടുക്കാം. എന്നിട്ട് അതിൻ്റെ പാലെടുക്കണം. ഇതാണ് നമ്മൾ കട്ടിയുള്ള പാലായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം. ഞാനിതൊന്ന് അടിച്ചിട്ട് കൊണ്ടുവരാം. ഞാൻ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഒരുപാട് അരയാൻ പാടില്ല, ജസ്റ്റ് കുറച്ചൊന്ന് അരഞ്ഞാൽ മതി. ഇതേപോലെ ഇനി നമുക്കിതിൻ്റെ പാലെടുക്കണം. ഒരു അരിപ്പ വെച്ചിട്ട് വേറൊരു പാത്രം വെക്കുക. എന്നിട്ട് നമുക്കിത് നന്നായിട്ട് ഇതിൻ്റെ പാലെടുക്കാം. അപ്പോൾ അരിപ്പ വെക്കുന്ന എന്തിനാന്ന് വെച്ചാൽ, ഇപ്പോൾ അരിപ്പ വെച്ചിട്ടില്ലെങ്കിൽ തേങ്ങേൻ്റെ ഒരു തരി ഉണ്ടാവും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. നന്നായിട്ട് ഇങ്ങനെ പിഴിഞ്ഞെടുത്താൽ മതി. ഞാൻ മുഴുവനായിട്ടും തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വെക്കാം. ചെയ്യേണ്ടത്, നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങയില്ലേ, അത് പിന്നെയും ഈ മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഞാനിവിടെ ഒരു 3/4 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. 3/4 ഗ്ലാസ് വെള്ളം ഞാൻ ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഒന്നും കൂടി നമുക്കിത് നന്നായിട്ട് അടിച്ചെടുത്തിട്ട് ഇതിൻ്റെയും പാലെടുക്കണം. അതും ഞാൻ നന്നായിട്ട് അടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിപ്പോൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നമുക്ക് നന്നായിട്ട് പിഴിഞ്ഞിട്ട് പാലെടുക്കണം, ഒരു അരിപ്പ വെച്ചിട്ട്. അതും കൂടി ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം. ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ കട്ടിപ്പാലും കട്ടിയില്ലാത്ത ഈ പാലും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പാലിലാണ് കുമ്പളങ്ങയും അതേപോലെ തന്നെ പച്ചക്കായൊക്കെ നമ്മൾ ആദ്യം വേവിക്കുന്നത്. വെന്ത് കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് നമ്മൾ കട്ടിപ്പാല് ചേർക്കുന്നുള്ളൂ. പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആദ്യം രണ്ടാമത് എടുത്തു വെച്ച തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം, അതായത് കട്ടിയില്ലാത്ത തേങ്ങാപ്പാൽ. പിന്നെ അതിലേക്ക് നമ്മൾ കഷ്ണങ്ങളും ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നമുക്ക് 2 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും. നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഈ കഷ്ണങ്ങൾ വെന്ത് വരുന്ന സമയത്താണ് നമ്മൾ കട്ടി തേങ്ങാപ്പാൽ ഇതിലേക്ക് ചേർക്കുന്നത്. അതിനോടൊപ്പം കുരുമുളക് പൊടിയും ചേർക്കും. ഇത് നമുക്ക് മൂടി വെച്ചിട്ട് വേവിക്കാം. ഇടയ്ക്കിടയ്ക്ക് നിങ്ങളൊന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കണം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. നമ്മളെ കുമ്പളങ്ങയും ഒക്കെ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കട്ടി തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കണം. നേരത്തെ എടുത്തു വെച്ച് കട്ടി തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് ഒഴിച്ചതിന് ശേഷം ഒരുപാടൊന്നും അങ്ങ് തിളക്കണ്ട, ജസ്റ്റ് ഒന്ന് തിളച്ചിട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇറക്കി വെക്കാം. കുരുമുളക് പൊടിയും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണം. എരിവ് നോക്കിയിട്ട് നിങ്ങൾ ചേർത്താൽ മതി. ഞാനിപ്പോൾ ഇവിടെ 1/2 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. പച്ചമുളക് നമ്മൾ ഇട്ടിനല്ലോ, അപ്പോൾ അതിൽ നോക്കിയിട്ട് നിങ്ങൾ കുരുമുളകിൻ്റെ അളവ് മാറ്റം വരുത്തണം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ സമയത്ത് നിങ്ങൾ ഇതിൻ്റെ ഉപ്പും അതേപോലത്തെ ടേസ്റ്റൊക്കെ ഒന്ന് നോക്കണം. അത്യാവശ്യത്തിന് ഉപ്പും എരിവും ഒക്കെ ഉണ്ട്. ഒന്ന് ജസ്റ്റ് ഒന്ന് തിളച്ചോട്ടെ. ഇനി നമുക്കിതിലേക്ക് അല്പം വെളിച്ചെണ്ണ മേലെ ഒന്ന് തൂവി കൊടുക്കണം. ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി.
ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. നിങ്ങളുടെ കയ്യിൽ കറിവേപ്പില ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ മേലെ ഇപ്പോൾ ഇട്ട് കൊടുത്താൽ മതി. ഇനി ഞാനൊരു സെർവിങ് ബൗളിലാക്കിയിട്ട് കാണിച്ചു തരാം. ഓലൻ നമ്മുടെ സെർവിങ് ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും ഓണത്തിന് ട്രൈ ചെയ്യുക. ഓണസദ്യയിലൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിഭവമാണ് ഓലൻ എന്ന് പറയുന്നത്. അതിൻ്റെ കമൻസും ഫീഡ്ബാക്കും ഒക്കെ എന്നെ അറിയിക്കുക. ഓക്കെ, അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ, താങ്ക് യു.